നമുക്കറിയാം ഏതാണ്ട് ഇനി ഒരു 100 ദിവസത്തോളേ ഉള്ളൂ നമ്മുടെ CSIR ലൈഫ് സയൻസ് എക്സാമിന്. നമ്മുടെ സിലബസ് അത്യാവശ്യം വലുതാണ്. ഒരു 13 യൂണിറ്റ്സോളം ഉണ്ട്. അപ്പോൾ ഈ 13 യൂണിറ്റ്സും ഈ 100 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര പോസിബിൾ അല്ലെന്നല്ല, എന്നാലും കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഒരു സ്മാർട്ടായിട്ട് നീങ്ങുവാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം പഠിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ ബയോ കെമിസ്ട്രി ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ബിയിൽ വരുന്നത്, അതുപോലെ ഇയിൽ വരുന്നത്, എഫിൽ വരുന്നത്, ജെയിൽ വരുന്നത്. ഈ മെറ്റബോളിസം ഓഫ് വിറ്റാമിൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വേണമെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് പ്രയോറിറ്റി ലെവലിൽ വെക്കാം. ഈ യൂണിറ്റ് 2 ഈ അയൺ ചാനൽസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, മെംബ്രെയിൻ പമ്പ്, മെക്കാനിസം ഓഫ് സോർട്ടിങ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സിയിൽ വരുന്നത്, ഡിയിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് യൂണിറ്റ് ഒന്നും പറയാനില്ല, കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയതാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കംപ്ലീറ്റ്ലി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ സെൽ സിഗ്നലിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെല്ല് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന ഈ MHC, B സെൽ, T സെൽ അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാട്ടോ. ചില ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തായാലും പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ സി എലിഗൻസ്, അതുപോലെ ഡ്രോസോഫില്ല, അത് എന്തായാലും നോക്കിയിരിക്കുക. ബാക്കി നോക്കണ്ടെന്നല്ല, ഇതെന്തായാലും ബാക്കി സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടും എന്തായാലും നോക്കുക. പ്ലാന്റ് ഫിസിയോളജി ആണ്. പ്ലാന്റ് ഫിസിയോളജിന്ന് എല്ലാം തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിൽ തന്നെ ഈ ബോട്ടണി അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടാണ് ഇത് പഠിക്കാൻ. എന്നാലും നോക്കിയിരിക്കേണ്ടത്, ഇതിനകത്ത് പറ്റുവാണെങ്കിൽ എല്ലാം നോക്കുക. പക്ഷേ ഇച്ചിരി കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കേണ്ടത് എ, അതുപോലെ ബി നോക്കണം, ഡി നോക്കണം, സെക്കൻഡറി മെറ്റബോളൈറ്റ്. ബാക്കിയൊന്നും നോക്കണ്ടെന്നല്ല കേട്ടോ, നോക്കണേ, അതെന്തായാലും നോക്കുക. ഇനി നമ്മുടെ ആനിമൽ ഫിസിയോളജി, അതായത് 7th യൂണിറ്റ് ആനിമൽ ഫിസിയോളജി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത്ര അങ്ങ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, വേണമെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇൻഹെറിറ്റൻറ്റ് ബയോളജി ആണ്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തായാലും നോക്കിയിരിക്കേണ്ടത് നമ്മുടെ പെഡിഗ്രി അനാലിസിസ് നോക്കിയിരിക്കുക. അതുപോലെ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്തായാലും നോക്കിയിരിക്കുക. അതുപോലെ ഈ എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾ, ഇതിനെല്ലാത്തിനും കണ്ടിട്ടുണ്ട് കേട്ടോ. യൂണിറ്റ് ഓഫ് ലൈഫ് ഫോംസ്, ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി യൂണിറ്റ് 10 എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തുനിന്നും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കിയിരിക്കേണ്ടത് തന്നെയാണെങ്കിൽ ഹാബിറ്ററ്റ് ആൻഡ് നിച്ച്, അത് മൊത്തം നോക്കുക. അതുപോലെ പോപ്പുലേഷൻ എക്കോളജി നോക്കുക, സ്പീഷീസ് ഇൻട്രാക്ഷൻ നോക്കുക, കമ്മ്യൂണിറ്റി എക്കോളജി നോക്കുക, എക്കോളജിക്കൽ സക്സഷൻ നോക്കുക. ഇതെന്തായാലും നോക്കിയിരിക്കണം. നോക്കണ്ടെന്നല്ല കേട്ടോ. ഇനി നമ്മുടെ 11th യൂണിറ്റ് എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ. ഇതിൻ്റെ അകത്ത് നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് നമ്മുടെ ഈ പാലിയന്റോളജി ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററി, ഇതെന്തായാലും നോക്കിയിരിക്കുക. അതുപോലെ തന്നെ മോളിക്കുലാർ എവല്യൂഷൻ നോക്കിയിരിക്കുക. അതിൽ മെക്കാനിസംസ് നോക്കിയിരിക്കുക എന്തായാലും. 12th യൂണിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും നോക്കിയിരിക്കേണ്ട വരുന്നതാണ്. നോക്കുകയാണെങ്കിൽ ഈ സിയിൽ വരുന്ന ട്രാൻസ്ജനിക് ആനിമൽ പ്ലാൻ മോളിക്കുലർ അപ്രോച്ച്, അത് നോക്കിയിരിക്കുക. അതുപോലെ ബിയിലുള്ള പോർഷൻസ് നോക്കിയിരിക്കുക, എയിലുള്ള പോർഷൻസ് നോക്കിയിരിക്കുക. ഇനി യൂണിറ്റ് 13ലാണെങ്കിൽ 13 എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തായാലും എ കംപ്ലീറ്റ്ലി നോക്കുക. അതുപോലെ ബിയും നോക്കുക. പിന്നെ
Next.